ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 20-ാം വാക്യം ഈശോ പറയുകയാണ്, അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മുഖാന്തരം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കൺമുമ്പിൽ, എൻ്റെ കണ്ണും വെട്ടത്ത് എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് നന്മ കിട്ടുന്ന ഒരു 4-5 പേരോടൊപ്പമുള്ളൊരു സഹവാസം. മനുഷ്യരുടെ എല്ലാം ജീവിതവും പ്രാർത്ഥനയും അങ്ങനെയാണ്. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ മക്കളും എൻ്റെ മക്കളുടെ മക്കളും അതിനുശേഷമുള്ള കാര്യമൊക്കെ അതൊക്കെ കർത്താവിൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞ് നമ്മൾ കൈവിടും. നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ ജീവിതകാലത്തുള്ള 4-5 പേര്, അവരുടെ ബന്ധം, അവരുടെ സ്നേഹം, അവർക്ക് കൊടുക്കുന്ന സമ്മാനം, നമ്മുടെ ജീവിതം ഇത് മാത്രമാണ്. ഈശോ ഇതിനെല്ലാം പൊട്ടിച്ചെറിയുകയാണ്. അവർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, അവരുടെ വചനം വഴി എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ഞാനിങ്ങനെ കാണുകയാണ്, അണിയണിയായി, നിരനിരയായി. ഇതൊരു വലിയ മനസ്സാണ് പ്രിയപ്പെട്ടവരെ. ലോകത്തെ തോൽപ്പിക്കുന്ന, സാധാരണ മനുഷ്യൻ്റെ മനസ്സിനെ പൊട്ടിച്ചു കളയുന്ന, അതിനൊക്കെ അപ്പുറം പോകുന്നൊരു ട്രാൻസെൻഡിങ് മൈൻഡ്. നമ്മുടെ എല്ലാം ജീവിതം ഇങ്ങനെയാണ്. ഇപ്പോഴുള്ളൊരു ബാങ്ക് ബാലൻസ്, വീട്, കൂടെ, നാട്, ബന്ധം. ശീശ പറയുക അല്ലല്ല, അതിനൊക്കെ അപ്പുറത്ത് എൻ്റെ സ്നേഹിതന്മാരുടെ വചനം വഴി എന്നിൽ വിശ്വസിക്കാൻ പോകുന്ന എല്ലാവരെയും കണ്ട് ഞാൻ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ഈ ആകാശവും ഭൂമിയും പ്രപഞ്ചവും താരാജാലങ്ങളും ഗോളങ്ങളും നക്ഷത്രങ്ങളും എല്ലാം ചേരുന്ന ഒരു താരാപഥ മനസ്സൊരു താരാപഥമായി മാറുമ്പം നീ ജയിക്കുകയാണ്, നീ ജയിപ്പിക്കുകയുമാണ്. ആമേൻ ആമേൻ ആമേൻ.